നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഇന്ന് ഒരു അടിപൊളി ഫെസ്റ്റിവൽ നടക്കുവാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. സാൻ ബസീലിയോ ഫെസ്റ്റ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത്. സെയിന്റ് ബസീലിയോ ഫെസ്റ്റിവൽ. മലയാളത്തിലാണെങ്കിൽ വിശുദ്ധനായ ബസീലിയോയുടെ ഉത്സവം. ഈ ഗ്രാമത്തിന്റെ രക്ഷകനായിരുന്നു വിശുദ്ധനായ ബസീലിയോ. അദ്ദേഹത്തെ ഓർമ്മിക്കാനും ആദരിക്കാനുമുള്ള ഒരു ഉത്സവമാണ് സെയിന്റ് ബസീലിയോ ഫെസ്റ്റിവൽ. ഈ ബസീലിയോ ഇറ്റലിക്കാരനല്ലായിരുന്നു. എന്നിട്ട് പോലും ഇറ്റലിയിലെ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഈ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും അവർക്കൊരു ദൈവതുല്യനായ ഒരാളൊക്കെയായി മാറിയ കുറേ കഥകളുണ്ട്. പിന്നീട് ബസീലിയോ വിശുദ്ധനൊക്കെ ആയി മാറി. ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരാണ് ഈ ബസീലിയോ എന്നല്ലേ? ബസീലിയോ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. ഈ ഗ്രാമത്തിൽ 3 രക്ഷകരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് സെയിന്റ് ബസീലിയോ. ബസീലിയോ ജനിച്ചത് 330 AD തുർക്കിയിലെ കാപ്പഡോഷ്യ എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ ഒരു നിയമപാലകനാകാനായിരുന്നു ആഗ്രഹം. തുർക്കിയിലെ അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം പിന്നീട് ഗ്രീക്കിലെ ഏതൻസിലൊക്കെ പോയി പഠിച്ചു. ഈ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്ന ബസീലിയോ സന്യാസ ജീവിതം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഈ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം കുറേ പര്യടനമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇറ്റലിയിലെ ഈ ഒരു ഗ്രാമത്തിലും എത്തിയത്. ഏകാന്തവാസത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് പാവപ്പെട്ടവരെയും ആശ്രിതരെയൊക്കെ സഹായിക്കുന്ന ആളെന്ന നിലയാണ്. തൻ്റെ 99 വയസ്സിലാണ് AD 379 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. മരണത്തിന് ശേഷം തന്നെ ബസീലിയോ വിശുദ്ധനായി വാഴ്ത്തപ്പെട്ടു. തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ലോകപര്യടനം നടത്തിയ ബസീലിയോ ഇറ്റലിയിലെ ഈ ഗ്രാമത്തിലും എത്തിച്ചേർന്നു. അങ്ങനെ ഈ നാട്ടിലെ പാവപ്പെട്ടവരൊക്കെ ഒരുപാട് സഹായിച്ചു. ഈ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ദൈവതുല്യനുമായ ഒരു മനുഷ്യനായിട്ട് മാറി. സെയിന്റ് ബസീലിയോ ഈ ഒരു ഇറ്റാലിയൻ ഗ്രാമത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഈ ഉത്സവമൊക്കെ തുടങ്ങിയത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 31 മുതൽ ജൂലൈ 2 വരെയാണ് ഈ സെയിന്റ് ബസീലിയോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഒരു ഉത്സവം തുടങ്ങുന്നത് ബസീലിയുടെ വിഗ്രഹമായിട്ട് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് യാത്രയാണ്. അതായത് ബസീലിയോ ഒരു യാത്രികനായിരുന്നല്ലോ. അത് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് യാത്ര 2 മണിക്കൂർ സമയമെടുക്കും. ഈ 2 മണിക്കൂറിനിടയിൽ ബസീലിയോ മിറാക്കിൾസ് സൃഷ്ടിക്കുന്ന പറയുന്നത്. അതായത് ഈ നാട്ടിൽ അത്ഭുതങ്ങൾ കാണിക്കും. ഈ നാട്ടുകാർക്ക് നല്ലതും അങ്ങനെ കുറേ കാര്യങ്ങൾ അനുഗ്രഹം കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു വിശ്വാസവും ഇതിൻ്റെ കഥയൊക്കെ. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വിഗ്രഹം പൂക്കളും റിബണും പണങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ട്, അതുപോലെ അതിൻ്റെ കൂടെ കുറേ മ്യൂസിക് ബാൻഡ് ഉണ്ട്. കുറേ സ്ത്രീകൾ പൂക്കളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കും ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക്. അത് നല്ല രസമാണ്. അവരിങ്ങനെ ആർത്ത് വിളിച്ചിട്ട് അതിൻ്റെ നമ്മളെ മന്ത്രങ്ങളൊക്കെ പോലെ ഇങ്ങനെ അതൊരു ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട് അതിന്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഈ ഉത്സവത്തിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എൻ്റെ വോയിസ് ഒന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഉത്സവം ശരിക്കും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു.